ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ നാം ഏവരെയും സഹായിക്കുന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ദിനവൃത്താന്തകാരൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ചരിത്ര വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു ഈ ക്ലാസ്സുകളിൽ. ദാവീദ് എന്ന ബെത്ലഹേംകാരനായ ഇടയനെ സാവൂളിൻ്റെ സൈന്യാധിപനായി സഹസ്രാധിപനായി എപ്രകാരമാണ് ദൈവം ഉയർത്തിയത് എന്നും പിന്നീട് ദാവീദിനോട് സാവൂളിന് അസൂയ നിമിത്തവും ഭയം നിമിത്തവും എപ്രകാരമാണ് ശത്രുത ഉണ്ടാകുന്നത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനവിധേയമാക്കി. സാവൂൾ എന്ന രാജാവിന് ദാവീദിനോട് ശത്രുതയുണ്ടാകുമ്പോൾ തൽഫലമായി ദാവീദ് ഒരു അഭയാർത്ഥിയെപ്പോലെ നാട് വിട്ടു പോകേണ്ടതായി വരികയും തൻ്റെ ജീവൻ സാവൂളിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നിരവധി സ്ഥലങ്ങളിൽ അഭയം തേടി പോവുകയുമാണ്. അങ്ങനെ ദാവീദ് അഭയം തേടി ചെന്ന റാമായിലെ നായോത്തിനെക്കുറിച്ചും പിന്നീട് അദ്ദേഹം അഭയം തേടി ചെന്ന നോബിലെ പുരോഹിതനെക്കുറിച്ചും ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭയാർത്ഥിയായി ചെന്ന ഫിലിസ്ത്യരുടെ തലസ്ഥാനമായ ഗത്തിലെ സംഭവങ്ങളുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഞാൻ സൂചിപ്പിച്ചു. അവിടെ നിന്ന് ഫിലിസ്ത്യരുടെ നാടായ ഗത്തിലും തനിക്ക് അഭയം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി പിന്നീട് ദാവീദ് യാത്രയാകുന്നത് അദുല്ലാം ഗുഹയിലേക്കാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് 22-ാം അധ്യായത്തിൻ്റെ 1 സാമുവേൽ 22-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിലെത്തി. അവൻ്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു. അപ്പോൾ ദാവീദ് ഗത്ത് എന്ന സ്ഥലത്തു നിന്നും ഫിലിസ്ത്യരുടെ തലസ്ഥാനമായിരുന്ന ഗത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വീണ്ടും ഇസ്രായേലിലെ തന്നെ ഒരു സ്ഥലമായ അദുല്ലാം എന്ന സ്ഥലത്ത് അവിടെ ഒരു ഗുഹയിൽ ചെന്ന് പാർക്കുകയാണ്, ഒളിച്ച് താമസിക്കുകയാണ്. ഈ സമയം ദാവീദിൻ്റെ കുടുംബക്കാർ അതോടൊപ്പം തന്നെ പീഡിതരും കടമുള്ളവരും അസന്തുഷ്ടരും എന്നിങ്ങനെ പലരും അവൻ്റെ ചുറ്റും കൂടി. അവൻ അവരുടെ എല്ലാം തലവനായി. അപ്പോൾ അഭയാർത്ഥിയായിരുന്ന സമയത്തും പീഡിതരായ ആളുകൾ, കടമുള്ളവർ, അസന്തുഷ്ടർ ഇവരുടെ എല്ലാ നേതാവായി തീരുകയാണ് ദാവീദ്. അതാണ് സത്യത്തിൽ ഒരു യഥാർത്ഥ നേതാവിൻ്റെ ലക്ഷണം. നേതാവ് അദ്ദേഹം ഒരു അഭയാർത്ഥിയായി അഭയം തേടി ഒരു ഇടത്തു നിന്ന് മറ്റൊരു ഇടത്തേക്ക് ഓടിപ്പോകുമ്പോൾ പോലും തൻ്റെ സഹായം ആവശ്യമുള്ളവരുടെ എല്ലാം കൂടെ നിൽക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതാണ് ദാവീദ് എന്ന രാജാവിൻ്റെ മഹത്വം. പക്ഷേ ഇവിടെ അദ്ദേഹം അദുല്ലാം ഗുഹയിലെത്തുകയാണ്. ഇദ്ദേഹം അദുല്ലാം ഗുഹയിൽ പാർക്കുന്നുണ്ടെന്ന വിവരം സാവൂൾ അറിയുകയും അവിടേക്ക് സാവൂൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ആളയക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് വീണ്ടും അദ്ദേഹം ഓടിപ്പോവുകയാണ്. അദ്ദേഹം ചെന്നെത്തിപ്പെടുന്നത് മിസ്പയിലാണ്. അതിനെ സംബന്ധിച്ച് 22-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് അവിടെ നിന്ന് മൊവാബിലുള്ള മിസ്പയിലെത്തി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാം. അദുല്ലാം ഗുഹയിൽ നിന്ന് ദാവീദ് രക്ഷപ്പെടുന്നത് വീണ്ടും അടുത്ത രാജ്യത്തേക്കാണ്. അതായത് അദുല്ലാം ഗുഹയിൽ എത്തുന്നതിന് മുൻപ് ദാവീദ് ഉണ്ടായിരുന്നത് ഫിലിസ്ത്യരുടെ രാജ്യത്താണ്. അതിൻ്റെ തലസ്ഥാനമായ ഗത്തിലായിരുന്നു. അവിടെ നിന്ന് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് വന്നു. പക്ഷേ ഇവിടെ രാജാവ് സാവൂൾ തൻ്റെ സ്ഥലം തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് വളരെ ദൂരത്തുള്ള മറ്റൊരു രാജ്യത്തേക്കാണ്. അത്
ഇത്രയും ദൂരം അദ്ദേഹം ഓടി മൊവാബ് എന്ന് പറഞ്ഞ രാജ്യത്തെത്തുന്നു. മൊവാബിലെത്തി അവിടെ അവരുടെ തലസ്ഥാനമായ മിസ്പയിലേക്ക് ചെല്ലുകയാണ്, മൊവാബിലേക്ക് ചെല്ലുകയാണ്. ആരാണ് ഈ മൊവാബ്യർ എന്ന് നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ലോത്തിൻ്റെ രണ്ട് മക്കളിൽ, രണ്ട് പെൺമക്കൾക്കുണ്ടാകുന്ന രണ്ട് മക്കളായിരുന്നു മൊവാബും ബെൻ അമ്മിയും. അതിലെ മൊവാബിൻ്റെ പരമ്പര വസിച്ചിരുന്ന സ്ഥലമാണ്, അവരുടെ രാജ്യമായിരുന്നു മൊവാബ്. അപ്പോൾ മറ്റൊരു രാജ്യമായ മൊവാബിലേക്ക് അദ്ദേഹം പ്രവാസിയായിട്ട് വരുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ തിരുവചന ഭാഗത്തിൽ വായിക്കുന്നത്. ദാവീദ് അദുല്ലാം ഗുഹയിൽ നിന്ന് അവിടെ നിന്ന് മൊവാബിലുള്ള മിസ്പയിലെത്തി മൊവാബ് രാജാവിനോട് അപേക്ഷിച്ചു, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നത് വരെ എൻ്റെ മാതാപിതാക്കന്മാർ അങ്ങയോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം. അവരെ അവൻ മൊവാബ് രാജാവിൻ്റെ അടുത്താക്കി. ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന അത്രയും കാലം അത്രയും അവർ അവിടെ താമസിച്ചു. അപ്പോൾ ഇവിടെ ഈ അദുല്ലാം ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ദാവീദ് തൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുപോവുകയാണ്. കാരണം ദാവീദിനോടുള്ള അസൂയയും ഭയവും ശത്രുതയും നിമിത്തം ദാവീദിനെ മാത്രമല്ല, ദാവീദിൻ്റെ കുടുംബാംഗങ്ങളെ കൂടെ, ദാവീദിൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ രാജാവായ സാവൂൾ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അവരുടെയും ജീവൻ അപകടത്തിലാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദാവീദ് അവരെ സ്വന്തം രാജ്യത്ത് ജീവൻ നഷ്ടമാകുമെന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന അവരെ കൂടെ മൊവാബ് രാജ്യത്തേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയാണ്. പക്ഷേ അവിടുത്തെ രാജാവ് ഇവരോട് കരുണ കാണിക്കുന്നു. എന്നാലും ഇത്തരത്തിലുള്ള ആ വാസം, മൊവാബ് രാജ്യത്തെ വാസം നീണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ വീണ്ടും ഇടപെടുന്നതായി നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ 1 സാമുവേൽ 22-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം വായിക്കുക. അവിടെ പറയുകയാണ്, പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു, സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി, യൂദാദേശത്തേക്ക് പോവുക. അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി. അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹേരത്ത് വനമാണ്. കാരണം ദൈവത്തിൻ്റെ പ്രവാചകനായ ഗാദ് വ്യക്തമായി ദൈവത്തിൻ്റെ ഹിതം വ്യക്തമാക്കുകയാണ്. നീ ഇവിടെ ഇങ്ങനെ ഈ രക്ഷാ സങ്കേതത്തിൽ ഒളിച്ച് താമസിച്ചാൽ പോരാ, യൂദായിലേക്ക് പോകണം, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം. കാരണം ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് യൂദായുടെയും ഇസ്രായേലിൻ്റെയും രാജാവായിട്ടാണ്. അതുകൊണ്ട് ഈ മൊവാബ് രാജ്യത്ത് വന്ന് രക്ഷാസങ്കേതത്തിൽ ഒളിച്ചിരിക്കുകയല്ല രാജധർമ്മം, തിരിച്ചു പോകണമെന്ന് പറയുന്നു. അങ്ങനെ ദാവീദ് വീണ്ടും ഈ സ്ഥലത്ത് നിന്ന്, മൊവാബിൽ നിന്ന് തിരിച്ച് ഇവിടേക്ക് വരികയാണ്, യൂദായിലേക്ക് വരികയാണ്, ഹേരത്ത് വനത്തിലേക്ക് വരികയാണ്. അതിനുശേഷം ദാവീദ് അവിടെ നിന്നും ഓടിപ്പോകുന്നത് 1 സാമുവേൽ 23-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ കെയില എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കെയില എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഫിലിസ്ത്യർ കെയില ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി. അപ്പോൾ കെയില എന്ന സ്ഥലം ഇവിടെയായിട്ടാണ്, യൂദായിലാണ്. പക്ഷെ കെയില, ഈ ഫിലിസ്ത്യർ ഈ ഭാഗത്തു നിന്നും അവർ കെയിലായെ ആക്രമിക്കുന്നു. തൻ്റെ ശത്രു സൈന്യം, തങ്ങളുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളായ ഫിലിസ്ത്യർ ഈ കെയിലായെ ആക്രമിക്കുന്നു എന്ന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഫിലിസ്ത്യർ കെയില ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി. അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ പോയി ഫിലിസ്ത്യരെ ആക്രമിക്കട്ടെയോ? നമ്മളൊന്ന് ഓർക്കണം, സ്വന്തം രാജ്യത്തെ രാജാവായ സാവൂൾ ഇദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ ആ സമയവും സ്വന്തം രാജ്യം ആക്രമിക്കപ്പെടുന്നു, തൻ്റെ നാട്ടുകാർ ആക്രമിക്കപ്പെടുന്നു, അവരുടെ മെതിക്കളങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ശത്രു സൈന്യം അടുത്തേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും തൻ്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ ദാവീദിനെ, ആ രാജ്യത്തോടൊത്ത സ്നേഹം കാണിക്കുന്ന ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് സ്വന്തം തീരുമാനപ്രകാരം കെയിലായിലേക്ക് പോകുന്നതിന് പകരം ദൈവത്തിൻ്റെ ഹിതം ചോദിക്കുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ
ദൈവത്തിൻ്റെ ഉത്തരം ഇതാണ്: കർത്താവ് ദാവീദിന് അനുമതി നൽകി, പോയി ഫിലിസ്ത്യരെ ആക്രമിച്ച് കെയില രക്ഷിക്കുക. അങ്ങനെയാണ് അദ്ദേഹം കെയിലായിലേക്ക് എത്തുന്നത്. അദ്ദേഹം കെയിലായിലേക്ക് എത്തുന്നത് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യാനും കെയില എന്ന സ്ഥലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സമയമെല്ലാം അദ്ദേഹം തൻ്റെ സ്വന്തം രാജാവിനാൽ വേട്ടയാടപ്പെടുകയായിരുന്നുവെന്നും അതുകൊണ്ട് അഭയാർത്ഥിയായി തീരുകയായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്ന് പിന്നീട് വീണ്ടും സാവൂൾ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അറിയുമ്പോൾ ഇദ്ദേഹം ചെന്ന് എത്തിപ്പെടുന്നത് സിഫ് മരുഭൂമിയിലാണ്. സിഫ് മരുഭൂമിയിലെ കുന്നുകളിലാണ്. സിഫ് മരുഭൂമി എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്, യൂദയായിലാണ്. സിഫ് മരുഭൂമിയിലുള്ള കുന്നുകളിൽ ചെന്ന് പാർക്കുകയാണ്. അതിനെ സംബന്ധിച്ച് 1 സാമുവേൽ 23-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു. സാവൂൾ ദിനംതോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനെ സാവൂളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തൻ്റെ ജീവനെ തേടിയാണ് സാവൂൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു. അപ്പോൾ വലിയ ഭയത്തോടുകൂടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാവി രാജാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുശേഷം അദ്ദേഹം എത്തിപ്പെടുന്നത് ഈ സിഫ് മരുഭൂമിയിലെ ഗുഹകളിൽ നിന്നും ഒളിസങ്കേതങ്ങളിൽ നിന്നും അദ്ദേഹം വീണ്ടും ഓടി രക്ഷപ്പെട്ട് എത്തുന്നത് അരാബായിലെ മാവോനിലാണ്. അതിനെ സംബന്ധിച്ച് 1 സാമുവേൽ 23, 24, 25 നമ്മൾ വായിക്കുന്നുണ്ട്. അരാബായിലെ മാവോൻ എവിടെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഏതാണ്ട് കാണിച്ചു തരാം. അത് സിഫ് മരുഭൂമിയിൽ നിന്ന് ഇവിടെ മാവോൻ എന്ന സ്ഥലമാണ്. അരാബയിലെ മാവോൻ എന്ന സ്ഥലത്താണ്. 23, 24 തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. 1 സാമുവേൽ 23 അവിടെ പറയുകയാണ്: ആകയാൽ അവൻ്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം തിരികെ വന്ന് സൂക്ഷ്മവിവരം എന്നെ അറിയിക്കുവീൻ, അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ പോരാം. അവൻ നാട്ടിലെവിടെയുമെങ്കിലും ഉണ്ടെങ്കിൽ യൂദയായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ തേടിപ്പിടിക്കുമെന്ന് സാവൂൾ പറയുകയും ഇവനെ ദാവീദിനെ കൊല്ലാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വളരെ ഊർജിതമാക്കുകയും അതിനുവേണ്ടി സൈന്യത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ്, അവർ ഈ സാവൂളിൻ്റെ സൈന്യം അവർ പുറപ്പെട്ട് സാവൂളിന് മുൻപേ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ദാവീദും അനുചരന്മാരും ജഷിമോന് തെക്ക് അരാബായിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു. അപ്പോൾ മാവോൻ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത് അപ്രകാരമാണ്. ഇനി അതിനുശേഷം അവിടെ നിന്ന് മാവോൻ മരുഭൂമിയിൽ നിന്ന് വീണ്ടും ഇദ്ദേഹം അഭയാർത്ഥിയായി പോകുന്ന സ്ഥലത്തെക്കുറിച്ച് 23-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് എൻഗേദിയിലേക്കാണ് പോകുന്നത്. എൻഗേദിയിലേക്ക് പോവുകയാണ്. എൻഗേദി എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ചാവുകടലിൻ്റെ ഏതാണ്ട് അടുത്തുള്ള തീരത്തുള്ള സ്ഥലമാണ് എൻഗേദി എന്ന് പറയുന്നത്. അവിടേക്ക് ഇദ്ദേഹം പോകുന്നതിനെക്കുറിച്ച് 28-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു: ഇതുകേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്ത്യർക്കെതിരെ പുറപ്പെട്ടു. അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപ്പെടലിൻ്റെ പാറ എന്ന് പേരുണ്ടായി. ദാവീദ് അവിടെ നിന്ന് എൻഗേദിയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു. അപ്പോൾ അരാബായിലെ മാവോനിൽ നിന്ന് ദാവീദിനെ അന്വേഷിച്ച് ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂളും സൈന്യവും ശ്രമിക്കുന്നതിനിടയിൽ അവർക്ക് ഒരു വാർത്ത അവരുടെ ചെവിയിലെത്തുകയാണ്: ഫിലിസ്ത്യർ തങ്ങളുടെ പട്ടണങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓർക്കുക, ഒരു രാജാവ്, സാവൂൾ എന്ന രാജാവ് അസൂയ കൊണ്ടും ഭയം കൊണ്ടും ശത്രുത കൊണ്ടും സ്വന്തം സൈന്യാധിപനെ വേട്ടയാടുകയും സ്വന്തം രാജ്യത്തിലെ വളരെ പ്രമുഖനായ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ വേട്ടയാടുകയും ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിലിസ്ത്യർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത് നമുക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട പാഠമാണ്. നമ്മുടെ സഭയായിക്കൊള്ളട്ടെ, കുടുംബമായിക്കൊള്ളട്ടെ, നമ്മുടെ സമൂഹമായിക്കൊള്ളട്ടെ, എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ സ്വന്തം ആൾക്കാർക്കെതിരെ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മത്സരബുദ്ധി കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവർക്കെതിരെ, നമ്മുടെ സ്വന്തം ആൾക്കാർക്കെതിരെ തിരിയുമ്പോൾ ആ സമയം ശത്രു, നമ്മുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന ശത്രു നമ്മളെ ആക്രമിക്കുമെന്നും നമ്മുടെ ശക്തി മുഴുവൻ ചോർന്നു പോകുമെന്നും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതാണ്.
ശത്രുതയും ഭയവും അസൂയയുമെല്ലാം മാറ്റിവെച്ച് സ്വന്തം ജനത്തിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമുക്ക് വിജയം നൽകുക എന്നും, സ്വന്തം ജനത്തിനെതിരെ സ്വന്തം ആളുകൾക്കെതിരെ പടവെട്ടാനും അവർക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാനും നമ്മൾ പോകുമ്പോൾ ശത്രു നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ സമൂഹത്തിനെതിരെ, നമ്മുടെ സമുദായത്തിനെതിരെ, നമ്മുടെ മതത്തിനെതിരെ എല്ലാം ശത്രു അവൻ്റെ തന്ത്രങ്ങളുമായി ആക്രമണങ്ങൾ അഴിച്ചുവിടും എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് കൊച്ചു കൊച്ചു മാത്സര്യ ബുദ്ധിയുടെ, അസൂയയുടെ ഒക്കെ പേരിൽ നമ്മൾ വിഘടിച്ച് നിൽക്കുമ്പോൾ, പരസ്പരം ചെളിവാരി എറിയുമ്പോൾ, ഒരുവനെ അവസാനിപ്പിക്കാനായി നമ്മളുടെ ശ്രമങ്ങൾ നടത്തുമ്പോൾ, അതിനുവേണ്ടി കുതന്ത്രങ്ങൾ മെനയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ നമ്മുടെ തന്നെ വേര് അറുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നീട് ഈ ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഈ സാവൂൾ എന്ന് പറയുന്ന രാജാവ് അതിദയനീയമായി പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മകൻ യോനാഥാനും മറ്റ് മക്കളും അതിദാരുണമായി കൊല്ലപ്പെടുകയും ഒടുവിൽ സാവൂൾ ആ ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൽ നിന്ന് ഇക്കാര്യം വളരെ വ്യക്തമാണ്. സ്വന്തം ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട സാവൂളിന് സംഭവിച്ച വലിയ അപജയം. ഏതായാലും ഈ സമയത്ത് എൻഗേദിയിൽ നിന്ന് വീണ്ടും ദാവീദ് തൻ്റെ ജീവനും കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് പാരാൻ മരുഭൂമിയിലാണ്. അതും ഏതാണ്ട് ഈ ഭാഗത്ത് തന്നെയാണ്, എൻഗേദിയോട് ചേർന്നുള്ള പാരാൻ മരുഭൂമി. അതിനുശേഷം പാരാൻ മരുഭൂമിയിലേക്ക് എത്തിപ്പെടുന്നതിനെക്കുറിച്ചുള്ള വചനഭാഗം 1 സാമുവേൽ 25 1 തിരുവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 25:1 നമ്മൾ അറിയുന്നത് ഇപ്രകാരമാണ്: സാമുവേൽ എന്ന പ്രവാചകൻ്റെ മരണം. സാമുവേൽ മരിച്ചു, ഇസ്രായേലിയർ ഒരുമിച്ച് കൂടി അവനെ ഓർത്ത് വിലപിച്ചു. റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു. ദാവീദ് ഈ സമയത്ത് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. അങ്ങനെ പാരാൻ മരുഭൂമിയിൽ എത്തിപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പിന്നീട് അവിടെ നിന്നും ഏറ്റവും ഒടുവിൽ എത്തിച്ചെപ്പെടുന്നത് ജഷിമോൻ്റെ കിഴക്കുള്ള ഹക്കീല കുന്നുകളിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ 1 സാമുവേൽ 26 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. സിഫ്യർ ഗിബയായിൽ സാവൂളിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, ദാവീദ് ജഷിമോൻ്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ ഒളിച്ചിരിപ്പുണ്ട്. കരുത്തരായ 3000 ഇസ്രായേലിയരോടൊത്ത് ദാവീദിനെ തിരക്കി സാവൂൾ സിഫ് മരുഭൂമിയിലേക്ക് പോയി. ജഷിമോൻ്റെ കിഴക്കുള്ള വഴിക്ക് സമീപം ഹക്കീല കുന്നിൽ സാവൂൾ പാളയമടിച്ചു. ദാവീദാകട്ടെ അവിടെ തന്നെ പാർത്തു. സാവൂൾ തന്നെ തേടി മരുഭൂമിയിലെത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ദാവീദ് ചാരന്മാരെ അയച്ച് അക്കാര്യം ഉറപ്പുവരുത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം സാവൂൾ രാത്രി ഒരു ഗുഹയിൽ താമസിക്കുമ്പോൾ അവിടെ സാവൂളിൻ്റെ തൊട്ടടുത്ത് ചെല്ലുകയും സാവൂളിൻ്റെ പാളയത്തിൽ ചെന്ന് സ്വന്തം കുന്തം സാവൂളിൻ്റെ തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് പുറത്തു വരികയും പിന്നീട് സാവൂളിനോട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ്, കർത്താവിൻ്റെ അഭിഷിക്തന് എതിരെ കരമുയർത്തുകയില്ല ഞാൻ. അതുകൊണ്ടാണ് തൻ്റെ ശത്രുവായ തന്നെ കൊല്ലാൻ നടക്കുന്ന സാവൂളിനെ കൊല്ലാനായിട്ടുള്ള സകല സാധ്യതകളും ലഭിച്ചിട്ടും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടും കർത്താവിൻ്റെ അഭിഷിക്തനായ സാവൂളിനെ ഞാൻ വധിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദാവീദ് അവിടെ നിന്നും മാറി നിൽക്കുന്നതും സാവൂളിനെ കൊല്ലാതിരിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈ ജഷിമോൻ്റെ കിഴക്കുള്ള ഹക്കീല കുന്നിൽ വെച്ചിട്ടാണ്. ഇത്രയും പറഞ്ഞ് ഇതിന് ശേഷം പിന്നീട് നമുക്കറിയാം സാവൂളിന് മരണം സംഭവിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ആ യുദ്ധഭൂമിയിൽ വെച്ച് സാവൂൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ യോനാഥൻ അദ്ദേഹത്തിൻ്റെ വലിയ പടത്തലവന്മാരായിരുന്നു. അവർ മരണപ്പെടുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്, 5-ാമതായി നമ്മൾ കാണാൻ പോകുന്നത് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിത്തീരുന്ന സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് 6 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ദാവീദ് ഹെബ്രോണിൽ യൂദായുടെ രാജാവായി അഭിഷിക്തനാകുന്നതിനെ സംബന്ധിച്ച്. 2, ദാവീദ് ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ മുഴുവൻ
രാജാവായി അഭിഷിക്തനാകുന്നതിനെ സംബന്ധിച്ച്, മൂന്നാമത് ദാവീദിൻ്റെ ഭരണകാലത്തെ ചില പ്രത്യേകതകളെക്കുറിച്ച്, നാലാമതായി ദാവീദിൻ്റെ യുദ്ധവിജയങ്ങളെക്കുറിച്ച്, വലിയ യുദ്ധവിജയങ്ങൾ നേടിയ രാജാവായ ദാവീദിനെക്കുറിച്ച്, അഞ്ചാമതായി ദാവീദിൻ്റെ പാപങ്ങൾ, ദാവീദിൻ്റെ അപജയത്തിലേക്ക് നയിച്ച ദാവീദിൻ്റെ പാപങ്ങളെക്കുറിച്ച്, ഏറ്റവും ഒടുവിൽ ദാവീദിൻ്റെ കുടുംബം, ഭാര്യമാർ, മക്കൾ എന്നിവരെക്കുറിച്ചുമാണ് നമ്മൾ ഇവിടെ പഠനവിധേയമാക്കുന്നത്. അപ്പോൾ ദാവീദ് എന്ന ഇസ്രായേൽ രാജാവിൻ്റെ വിവിധ തലങ്ങളെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ രാജഭരണത്തെയും അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങളെയും എല്ലാം നമ്മളിവിടെ പഠനവിധേയമാക്കുകയാണ്. ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ദാവീദ് ഇസ്രായേലിലെ മൂന്നാമത്തെ രാജാവായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സാവൂളിന് ശേഷം നേരിട്ട് ഇസ്രായേലിൽ ഭരണം നടത്തിയത് ദാവീദ് ആയിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അക്കാര്യം വ്യക്തമാവുന്നുണ്ട്. ദാവീദിന് സാവൂളിൻ്റെ മരണത്തിന് ശേഷം കുറച്ചു കാലം, വളരെ കുറച്ചു കാലമാണെങ്കിലും, വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന പ്രവിശ്യയിൽ, ഇസ്രായേൽ എന്ന ഭാഗത്ത് ഭരണം നടത്തിയത് സാവൂളിൻ്റെ തന്നെ മകനായിരുന്ന ഇഷ്ബോഷേത്ത്, അദ്ദേഹത്തിന് യശ്ബാൽ എന്നുകൂടെ ഒരു പേരുണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് സാവൂൾ, രണ്ടാമത്തെ രാജാവ് യശ്ബാൽ എന്നുകൂടെ വിളിക്കപ്പെടുന്ന ഈഷ്ബോഷേത്തായിരുന്നു. പക്ഷേ ഈ സമയം യൂദായുടെ രാജാവായി ദാവീദ് അഭിഷിക്തനായിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന ഭാഗത്ത്, ഇസ്രായേൽ പ്രവിശ്യയിൽ ഇക്കാലത്ത് കുറച്ചു കാലത്തേക്ക് ഈഷ്ബോഷേത്ത് അഥവാ യശ്ബാൽ എന്നു പേരുള്ള സാവൂളിൻ്റെ പുത്രൻ രാജാവായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2 സാമുവേൽ 2-ാം അധ്യായം 8, 9, 10 തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 2 സാമുവേൽ 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. നേറിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷേത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലയാദ്, ആഷേർ, ജസ്രയേൽ, എഫ്രായിം, ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷേത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി. അപ്പോൾ അക്കാലത്ത് 2 തരത്തിലുള്ള സ്ഥലങ്ങൾ, ഇസ്രായേൽ എന്ന വടക്ക് ഭാഗത്തെ ഭാഗവും യൂദ എന്ന തെക്ക് ഭാഗത്തെ ഭാഗവും 2ആയി തന്നെ നിൽക്കുകയായിരുന്നു. യൂദ എന്ന തെക്ക് ഭാഗത്തെ ആ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്തു. ഇതേ സമയം വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന സ്ഥലത്ത് സാവൂളിൻ്റെ മകനായ ഈഷ്ബോഷേത്ത് അഥവാ യശ്ബാൽ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അവരുടെ 2 പേരുടെയും സ്ഥലങ്ങൾ ഏതാണ്ട് ഇപ്രകാരമാണ്. ഇവിടെ ഈ മേൽഭാഗത്ത് കാണുന്ന ഈ ഭാഗമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജസ്രയേൽ, ആഷേർ, എഫ്രായിം, ബെഞ്ചമിൻ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന, എന്നീ ഗോത്രങ്ങളുടെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം. ഇവിടെയായിരുന്നു സാവൂളിന് ശേഷം ഈഷ്ബോഷേത്ത് രാജാവായിരുന്നത്. അതേസമയം ഈ തെക്ക് ഭാഗത്ത് യൂദായിൽ ദാവീദായിരുന്നു രാജാവായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് ദാവീദിൻ്റെ ഭരണകാലം മുൻപോട്ട് പോകുമ്പോൾ, കാരണം ദാവീദ് ഈ സ്ഥലങ്ങളുടെ മുഴുവൻ രാജാവാകുന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ഭരണം മുമ്പോട്ട് പോകുമ്പോഴാണ്. കാരണം കേവലം 2 വർഷങ്ങൾ മാത്രമാണ് ഈഷ്ബോഷേത്ത് ഈ ഭാഗത്ത് രാജാവായി ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് നമുക്ക് അതിനെ സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത്. ഇനി ദാവീദ് രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ, 40 വർഷങ്ങൾ നീണ്ടുനിന്ന മഹത്തായ ഒരു ഭരണം നടത്തിയ രാജാവാണ് ദാവീദ്. 40 വർഷങ്ങൾ വളരെ ദീർഘമായ രാജഭരണകാലമായിരുന്നു ദാവീദിന് ദൈവം അനുവദിച്ചു കൊടുത്തത്.
ശത്രുക്കളെ ഒന്നൊന്നായി കീഴടക്കിയ രാജാവ് പൗരസ്ത്യ ദേശത്തെ പ്രതാപശാലിയായ രാജാവായി മാറുന്നു. രാജാവായി അദ്ദേഹം ഭരണം നടത്തിയത് ഹെബ്രോൺ കേന്ദ്രമാക്കിയാണ്. ആദ്യമായി അദ്ദേഹം ഭരണം നടത്തുന്നത് ഹെബ്രോൺ കേന്ദ്രമാക്കിയാണ്. ഹെബ്രോൺ ഞാനിവിടെ കാണിച്ചു തരാം. എന്താ ഹെബ്രോൺ എന്ന യൂദായിലെ ഒരു പട്ടണം കേന്ദ്രമാക്കിയാണ് അദ്ദേഹം ദാവീദ് തൻ്റെ ഭരണം തുടങ്ങുന്നത്. ഹെബ്രോൺ കേന്ദ്രമാക്കിയിട്ടാണ് അദ്ദേഹം ഭരണം തുടങ്ങുന്നത്. പിന്നീട് ഹെബ്രോണിൽ നിന്ന് അദ്ദേഹം തൻ്റെ തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റുകയാണ്. പിന്നീട് ദാവീദ് ജെറുസലേം നഗരം പുതുക്കി പണിയുകയും തൻ്റെ തലസ്ഥാന നഗരിയായി ജെറുസലേമിനെ ഉയർത്തുകയും ചെയ്തു. ജെറുസലേം എന്ന് പറയുന്നത് ഹെബ്രോണിൽ നിന്നും അല്പം ദൂരെയായി യൂദയായിൽ തന്നെയുള്ള മറ്റൊരു പട്ടണമായിരുന്നു ജെറുസലേം. അതിനടുത്തുള്ള മറ്റൊരു പട്ടണമാണ് ബെത്ലഹേം. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കൂടെയാണ് ജെറുസലേമും ബെത്ലഹേമും. പക്ഷേ ജെറുസലേം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദാവീദ് എന്ന രാജാവിൻ്റെ രാജ പദവിയുടെ പ്രധാന 3 നിമിഷങ്ങളിൽ അദ്ദേഹം അഭിഷിക്തനാകുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഒന്നാമതായി 1 സാമുവേൽ 16-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, 1 സാമുവേൽ 16-13 തിരുവചനം വായിക്കുമ്പോൾ നമ്മളവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ബെത്ലഹേമിലെ ഇടയബാലനെ ബെത്ലഹേമിലെ ജസ്സയുടെ ഭവനത്തിൽ വെച്ച് ആദ്യമായി സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹം ഒരു ഇടയനായിരുന്നു, ഒരു ബാലനായിരുന്നു. പക്ഷേ ആദ്യത്തെ അഭിഷേകം നടക്കുന്ന നിമിഷം അതാണ്. സാമുവേൽ പ്രവാചകനാണ് ഇത്തരത്തിലുള്ള അഭിഷേകം അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നൽകുന്നത്. അതിനുശേഷം അദ്ദേഹം അഭിഷിക്തനാകുന്നത് 2 സാമുവേൽ 2:4 നമ്മൾ കാണുന്നുണ്ട്. 2 സാമുവേൽ 2:4 അവിടെ ഇപ്രകാരമാണ്: യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ഈ ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ യൂദായിൽ അദ്ദേഹം രാജാവായി മാറുന്നു. പിന്നീട് 5-ാം അധ്യായത്തിൻ്റെ 3-5 തിരുവചനങ്ങളിൽ, 2 സാമുവേൽ 5, 3-5 തിരുവചനങ്ങളിൽ എപ്രകാരമാണ് ഇസ്രായേലിൻ്റെയും കൂടി രാജാവായി അദ്ദേഹം അഭിഷിക്തനാവുന്നത് എന്ന് നമ്മൾ വായിക്കും. അതിപ്രകാരമാണ്: ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേൽ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രധാനമായും 3 സന്ദർഭങ്ങളിൽ അദ്ദേഹം അഭിഷിക്തനാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ രാജഭരണത്തിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോകാം.